ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നതാണ്. ഇന്ന് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചിയുടെ വീട്. ഞാൻ എപ്പോഴും നിങ്ങളോട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ കാണാറുണ്ടല്ലോ, പറയുകയും ചെയ്തിട്ടില്ല ഇനി അവിടുത്തെ ഒരു ലോങ് വീഡിയോ ഇടാവുന്ന. അപ്പോൾ ഇനി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ടായിട്ടല്ല, ഓച്ചറ പോയതാണ്, പോയിട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ട് വശം ചെയ്തു ചക്രവ് പറയും, ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ വീടിനൊക്കെ. അപ്പോൾ അതാ എൻ്റെ മോനും ചേച്ചിയുടെ മോളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനും മോനും മാത്രമേ വന്നുള്ളൂ. അമ്പലത്തിൽ പോയിട്ട് ഓച്ചിറയിലൊക്കെ പോയി അമ്പലത്തിൽ പോയി ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞതും ഇല്ല ഇങ്ങോട്ട് വരുന്ന കാര്യം, ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവിടുത്തെ ഒരു വീഡിയോ ഇടാം. ഞാൻ പറയത്തില്ല ലോങ് വീഡിയോ നേരത്തെ ചെയ്യാമായിരുന്നു അങ്ങനെ. അപ്പോൾ അതാ ചേച്ചിയുടെ മക്കളുടെയൊക്കെ ഫോട്ടോ എവിടെ ഇടാം കേട്ടോ. അപ്പോൾ അതാ ഇത് വർക്ക് ഏരിയ ആണ്. അപ്പോൾ ഇന്ന് പഠിത്തമില്ലാത്തതുകൊണ്ട് അത്യാവശ്യം എല്ലാം നിരന്ന് കിടക്കും. ഞാനവളോട് പറഞ്ഞത് വലിയ വരുമെന്ന്. അപ്പോൾ പെട്ടെന്ന് വന്നൊരു വീഡിയോ എടുത്തപ്പം ഇത് കിച്ചനാകുവാണ് കേട്ടോ. അത്യാവശ്യം നിരന്ന് കിടക്കുക. അവൾ ചേച്ചി കുളിക്കുന്നു, ഞാൻ വന്നപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ മോനെ പാർത്ഥിവ്. ഇവൻ 8ലാണ് പഠിക്കുന്നത്. ഇത് ചേച്ചിയുടെ മോളാണ്, മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ റൂമിനൊക്കെയാണ്. നിങ്ങൾ ഒരിക്കലും എന്താ ഒരു ഹോം ടൂറാണോ ചെയ്യുന്നത്? അതല്ല, ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എൻ്റെ മോടെ കൂട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ അതാ ചേച്ചിയുടെ മൂക്കുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടാക്കുകയും പടം വരയും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അവിടെ ഫോട്ടോയാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് കൂടുതലും. ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല. ചേട്ടനാണെങ്കിൽ പുറത്തോട്ട് പോയതാട്ടോ. പുറത്തോട്ടെന്നുള്ള ചേട്ടന് ഗ്രാവലിൻ്റെ അങ്ങനെയൊക്കെ ലോഡിൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ലോഡിങ്ങൊക്കെ വരുമ്പോൾ അങ്ങനെ പോയേക്കുവാണ്. പിന്നെ പവർ ടൂൾസിൻ്റെയും വീട്ടിൽ തന്നെ അതുകൊണ്ട് പുള്ളി എപ്പോഴും കാണാൻ വഴിയില്ല. പുള്ളി ഇങ്ങനെ ലോഡിങ്ങൊക്കെ ഓരോരുത്തർക്ക് അടിച്ചു കൊടുക്കേണ്ട വരുമ്പോൾ അങ്ങോട്ട് പോകും. ഗ്രാവല് അങ്ങനെ മറ്റുള്ള വീട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പുറത്തോട്ട് പോയിരിക്കുകയാണ്. പിന്നെ ചേച്ചിയുണ്ട്. അപ്പോൾ അതായത് ചേച്ചിയുടെ ചേട്ടൻ്റെ മുറിക്കകവ ആ കാണിച്ച ആദ്യമേ. ഇത് വേറെ ഒരു റൂമാട്ടോ, 3 ബെഡ്റൂമാണ്. ഒറ്റ നല്ല വീടാണ് കേട്ടോ, പക്ഷേ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പോൾ ഞാൻ ചോറൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല, അല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും, പക്ഷേ വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തായാലും മോൻ ഐസ്ക്രീം ആയിക്കൊണ്ട് വന്നപ്പോൾ അതിൽ ഒരെണ്ണം കഴിച്ചു. പിന്നെ ഇതാണ് എൻ്റെ ചേച്ചി. ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ. അപ്പോൾ ഇതാണ് ചേച്ചി. പിന്നെ പവർ ടൂൾസും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, വീട്ടിൽ തന്നെയാണിത്. അപ്പോൾ നിറച്ച് മെഷീനുകളാണ് കേട്ടോ, എല്ലാം ഓട്ടം പോയിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് കാണുന്നിടത്തെല്ലാം ഇപ്പം അതെല്ലാം ഓട്ടം പോയിരിക്കുകയാണ്. ഇവിടെ എല്ലാം മെഷീനുകളുള്ളത്, അതെല്ലാം പോയിക്കണ്ട. ഇടവിട്ടേക്ക് ഗ്യാപ്പ് കാണുന്നതെല്ലാം ഓട്ടം പോയിരിക്കുകയാണ്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അങ്ങോട്ടും വരാനും ഒന്നും സമയമില്ല. എപ്പോഴും ഇങ്ങനെ ആൾ വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ എടുക്കാനായിട്ട് വീട്ടിൽ തന്നെ. ജനറേറ്ററാണ്. പിന്നെ ഇതിന് പുറത്ത് കണ്ടോ, അവിടെയും സാധനങ്ങൾ ഇതേപോലെ. അപ്പോൾ ചേച്ചിയുടെ മോനൊക്കെ ഇന്ന് കളിക്കുന്നുണ്ട്, അവൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ഇവിടെ കാര്യങ്ങളുണ്ട്, കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഇവിടുത്തെ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറച്ചേ ഉള്ളൂ ഇപ്പം, ബാക്കിയെല്ലാം ഏകദേശം സീസണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അരസാബോയി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പിടിക്കുന്നതാണ്. ഇത് ഫ്രൂട്ട് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു ചേച്ചി. ഇനി അടുത്ത ട്രിപ്പ് പൂത്തൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അത് കാണിക്കാം. ഇത് കണ്ടോ. പിന്നെ അടുത്തത് ഇത് വേറെ ഒരു ടൈപ്പ് നാരങ്ങ കേട്ടോ. ഇത് അരിയില്ലാത്തൊരു സൈസ് നാരങ്ങയാണ്, അച്ചാറിടാനും പിന്നെ വെള്ളം പിഴിഞ്ഞ് കുടിക്കാനൊക്കെ നല്ല ഇതാണ്. പിന്നെ അടുത്തയായിട്ട് മാവാണ് കാണിക്കുന്നത്. മാവേ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്തുണ്ട് മണ്ടയ്ക്കൊരു കുഞ്ഞൊരെണ്ണം ഉണങ്ങി പിടിച്ച് ഇപ്പോണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ സപ്പോട്ടയ്ക്ക അതിന് പിന്നെ സീസണൊന്നും ഇല്ലെന്ന് തോന്നുന്നു, എപ്പോഴും സപ്പോട്ടയ്ക്ക ഉണ്ട് കേട്ടോ, നിറച്ച് പിടിച്ച് ഇപ്പോണ്ട്. പിന്നെ ഇത് കൂടാണ്ട് മാവിൻ്റെ കാര്യം പറഞ്ഞില്ല, വലിയൊരു മാവുണ്ട് ഇതിനപ്പുറത്തോട്ട് മാറി കേട്ടോ. അതിനങ്ങനെ സീസണൊന്നും ഇല്ല. സീസൺ ഉണ്ടായിരുന്നു, അതായത് നിറച്ച് നമ്മുടെ പഴുക്കുമ്പോഴത്തേനും അവിടെ മൊത്തം പൊഴിഞ്ഞുമായിട്ട് ഭയങ്കര മധുരം അതിന് കേട്ടോ. മധുരം എന്നാൽ ചൂറത്തിങ്ങനെ മാങ്ങയുള്ളൂ, ഊറി തിങ്ങാൻ നമുക്ക് കറി വയ്ക്കാം, മാമ്പഴ പുളിശ്ശേരി അങ്ങനെയൊക്കെ എല്ലാത്തിനും അടി. അടുത്തതായിട്ട് അമ്പഴങ്ങ കേട്ടോ. അമ്പഴങ്ങ എന്ന് വെച്ചാൽ പഴുക്കാറായാലും ഒരു പകുതി വിളവായ ആ ഒരിതാണ്. അതിന് വലിയ
മരമൊന്നുമല്ല, ചെറിയ ഇതാണ്. ഏകദേശം 2 വർഷം ആയിട്ടില്ല. നിറച്ച് പിടിച്ച് ഇപ്പോൾ ഉണ്ട്. ഇലയില്ലാണ്ട് ഇങ്ങനെ അങ്ങ് പിടിച്ച് നിൽക്കുകയാണ്. ഇത് നിറച്ചു മണ്ടയ്ക്ക് ചെറിയ ചെറിയ ഇത് ഒക്കെ ആയിട്ട് മൊത്തത്തിൽ പിടിച്ച് ഇപ്പോൾ ഉണ്ട്. അമ്പഴങ്ങയൊക്കെ അച്ചാറിടാനും ഒക്കെ നല്ലതല്ലേ, അമ്പഴങ്ങ അച്ചാർ അടിപൊളിയാണ്. പിന്നെ അടുത്തതായിട്ടെന്ന് വെച്ചാൽ നെല്ലിമരമാണ്. നെല്ലിമരത്തേലും നെല്ലിക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറിച്ചു. അപ്പം നേരത്തെ ഈ ഫ്രൂട്ടൊക്കെ ഇതിനെ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചായിരുന്നു, ചേച്ചി ഇതേപോലെ വന്ന് വീഡിയോ ഒക്കെ എടുക്കണേന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം ഒന്നും എനിക്കും വരാൻ സമയം കിട്ടില്ല. അടുത്തത് മക്കോട്ട ദേവ കേട്ടോ, അത് ചെറിയ തയ്യേ ഉള്ളൂ. പിന്നെ ഇത് പ്ലാവിൻ്റെ തയ്യ. അടുത്ത് ഇത് അവക്കാട കേട്ടോ. അടുത്ത് നമ്മുടെ കുമ്പളങ്ങ, അതൊക്കെ ഇതാ പടന്ന് അങ്ങോട്ട് പിടിച്ചിരിക്കുന്നു. തെങ്ങ്. പിന്നെ ഇതും നാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ താഴെ നിലം പറ്റി വരുന്നുണ്ട് നാരങ്ങ പിടിച്ച് നിൽക്കുക. വലുതാകുന്ന ടൈപ്പ് നാരങ്ങയാണ്. ഇതും നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ടൈപ്പ് കേട്ടോ ഈ നാരങ്ങ. അങ്ങനെ നാരങ്ങയുടെ ഒരു പല വെറൈറ്റി തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ അടുത്തത് നമ്മുടെ മാതള നാരങ്ങയാണ് ഈ കാണിക്കുന്ന മാതളം ഒരു പറിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ 2 എണ്ണം വിളവായിട്ട് നിൽപ്പുണ്ട്. ബാക്കിയൊക്കെ ചെറിയതായിട്ട് വരുന്നതേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ പഴുത്ത് പറിച്ചായിരുന്നു മാതളം, അത് ആകുന്നതേ ഉള്ളൂ. ഇതുകൊണ്ട് തൊട്ടപ്പഴത്തിന് എൻ്റെ കയ്യിലോട്ട് ഇങ്ങ് കേട്ടോ. ഇത് നല്ലവണ്ണം പഴുത്തതാണെന്ന് തോന്നുന്നു. അപ്പം തൊട്ടപ്പം തന്നെ ഇങ്ങ് വന്നു. പിന്നെ അതാണ്ട് അടുത്തതായിട്ട് അത് ചെറിയ ചെറിയ കായ്കൾ നിൽപ്പുണ്ട്. ഇതിനങ്ങനെ ഇതും സീസൺ ഉണ്ടോ ഇല്ലെന്നാണ് തോന്നുന്നു. ഇതും എപ്പോഴും പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും പൂവൊക്കെ നിൽക്കുന്നു. ചെറിയ ചെറിയ കായ്കൾ അതേ നിറച്ച് നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ചീമച്ചക്കയാണ് കേട്ടോ. ചീമച്ചക്ക ഞാൻ കാണിക്കാം. ഇതാ, ഇതൊക്കെ 2 വർഷം ആകുന്നതേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് ഇതിലെല്ലാം കാ പിടിച്ച് കഴിഞ്ഞു. ചീമച്ചക്ക വിളവായിട്ടില്ല, പൊട്ടാണ്. നമുക്ക് കറി വയ്ക്കാനും ഒന്നും ആയിട്ടില്ല. ചീമച്ചക്ക കറി വയ്ക്കാനും തോരൻ വയ്ക്കാനും പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വയ്ക്കത്തില്ല, അതിന് നല്ല ഇതാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ബുഷ് ഓറഞ്ച് എന്ന് പറയും. ഇത് നല്ല ഓറഞ്ച് നിറവാകും കേട്ടോ, പിഴിഞ്ഞ് കുടിക്കാനൊക്കെ നല്ലതാണ്. ഇത് ഞങ്ങൾ സീസണല്ല, എപ്പോഴും ഉണ്ട്, എപ്പോഴും പിടിക്കാണ്ട്. അടുത്തത് പൂവായി വരുന്നു, കായായി നിൽക്കുന്നു, ചിലത് പഴുക്കാറാകുന്നു, അങ്ങനെയൊക്കെ. ഇത് കൊച്ചു തയ്യ കേട്ടോ, നാരങ്ങയുടെ ചെറിയ തയ്യ, പക്ഷെ അത് നിറച്ച് പിടിച്ച് ഇപ്പോൾ ഉണ്ട്. അടുത്തത് ജാതിക്കയാണ്. ജാതിക്ക അധികം ആയില്ല, 1 വർഷം അങ്ങാണ്ട് ആകുന്നേ ഉള്ളൂ, ചെറിയ തയ്യ. ഇത് സാന്തോളം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പിടിക്കുന്ന സാന്തോളും. പിന്നെ മെലസ്റ്റിയ എന്ന് പറയുന്നതാണ് ഇത് നിറച്ചും പൂവാണ് കേട്ടോ. ഇതങ്ങ് വലിയ പോലെ ബൊക്ക പോലെ നിൽക്കുക, നിറച്ച് പൂവ്. അപ്പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ സീതപ്പഴം കേട്ടോ, സീതപ്പഴം നിറച്ച് പിടിച്ച് ഇപ്പം അതെല്ലാം ഇതായിട്ട് നിൽക്കുക, സീതപ്പഴത്തിൻ്റെ ഇതെല്ലാം ഉണങ്ങി നിൽക്കും. പിന്നെ ഇതും ഒരു നാരങ്ങയാണ്. ഉണ്ടോ, നാരങ്ങയുടെ എല്ലാം പൂ വരുന്നുണ്ട്. അരിയില്ലാത്ത ടൈപ്പ് നാരങ്ങയാണ് കേട്ടോ ഈ കാണുന്നത്. അരിയില്ലാത്ത ടൈപ്പുള്ള നാരങ്ങ ഇപ്പോൾ കാണിച്ചത്. അതിതാ പൂത്ത് വരുന്നുണ്ട്. പിന്നെ അടുത്ത മരമുന്തിരി എന്ന് പറയും. നമ്മുടെ മറ്റേ പടന്ന് കിളിക്കുന്ന മുന്തിരി, ഇത് മരമുന്തിരി എന്ന് പറയുന്ന ഒരു മുന്തിരിങ്ങയുടെ ടൈപ്പ് തന്നെ. ഇത് ഈ ഇടയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് പറഞ്ഞു. ഞാൻ കണ്ടില്ല, ചേച്ചി പറഞ്ഞു നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അടുത്തത് കായായി വരുന്നുണ്ട്. ഇതിലൊക്കെ ചെറിയ ചെറിയ ആയിട്ട് പിടിക്കുന്നുണ്ട്. ഇതൊന്നും 2 വർഷം ആയിട്ടില്ല, അങ്ങനെയുള്ള ചെറിയ ഇതാണ്. പിന്നെ അടുത്തതാണ് കുറച്ച് തയ്യോടൊക്കെ ചേട്ടൻ്റെ കൃഷിയാട്ടോ ഇതെല്ലാം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഇവർക്ക് കുറേ സ്ഥലമുണ്ട്. ഇവിടുന്ന് വീടിനൊക്കെ അപ്പുറത്തോട്ട് മാറി എല്ലാം കുറേ സ്ഥലമുണ്ട്. അവിടെ എല്ലാം ഇങ്ങനെയുള്ള കൃഷി. മാവ്, പിന്നെ റംബൂട്ടാൻ തന്നെ 2-3 ടൈപ്പ് റംബൂട്ടാൻ തന്നെ ഉണ്ട്. പിന്നെ വേറെ അങ്ങനെ കുറേ ഫ്രൂട്ട് എല്ലാം ഉണ്ട്. പ്ലാവ് തന്നെ വീടിനപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ, 2-3 ടൈപ്പ് ഉണ്ട്. വരിക്ക, കൂഴ, അങ്ങനെയൊക്കെ. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, വീടിനിപ്പുറമൊക്കെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ഡബ്ലോളിക്ക കേട്ടോ, ഡബ്ലോളിക്കൊക്കെ പിന്നെ എല്ലായിടം ഉള്ള അല്ലെങ്കിൽ വരിക്ക ഇതെല്ലാം കാണിക്കുന്നല്ലോ. അപ്പോൾ ആ ഡബ്ലോളിക്ക എനിക്ക് കണ്ടപ്പോൾ ഒരു കൊതി തോന്നുന്നു കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ ഡബ്ലോളി മരത്തിൽ നിൽക്കുമ്പോൾ അത് പഴുത്തയാകുമ്പോൾ തോന്നും, ഇത് പക്ഷേ പച്ചയാണ്. എന്നാലും ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ സീസണിൽ കാണുന്നത്. അപ്പം ഞാൻ ഒന്നും പിച്ച് വായിലിട്ട് കേട്ടോ. അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മുഖത്ത് എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ.
അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു, പക്ഷേ പഴുക്കാറായില്ല കേട്ടോ, നല്ല പൊട്ടാണ്. പിന്നെ അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചീമപ്പുളി എന്ന് പറയത്തില്ലേ, അതാണ്. അതെന്താ തറച്ച് പിടിച്ചു കൊണ്ട് മീൻ പറ്റിക്കാനൊക്കെ അടിപൊളിയല്ലേ ചീമപ്പുളി. അങ്ങനെ പിന്നെ ചീമപ്പുളി മരം നിറയെ ചീമപ്പുളി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മോൻ അവിടെ ഇരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചേച്ചിയുടെ മോനെ. അവന് കളിക്കുന്ന സ്ഥലം അവിടെയൊക്കെ. പിന്നെ കുറേ ചെടികളൊക്കെ കേട്ടോ, വീട്ടിലിഷ്ടം പോലെ ചെടിയൊക്കെ ഉണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ തന്നെ. പിന്നെ ഇതാ ആമ്പല്, വയലറ്റ് നിറമുള്ള ആമ്പലുണ്ട്, നല്ല ഭംഗിയായിട്ട്. മിക്കവാറും പൂവൊക്കെ നിറച്ചുണ്ട്. ഇപ്പോൾ ഇതാ ഇന്ന് ഒരെണ്ണമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ വന്നുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൾ പറയുന്നേക്കാം പൂവൊക്കെ. ഇത് 1000 ഇതിലുള്ള താമര കേട്ടോ, ഇന്ന് പൂവൊന്നുമില്ല. ഇടയ്ക്കൊക്കെ അന്ന് വീഡിയോ ഒക്കെ ഇട്ടുന്നത് പൂവൊക്കെ പിടിച്ചപ്പോൾ തന്നെ. 1000 ഇതുള്ള താമര പിടിക്കുന്നത്. പിന്നെ ഇതാ ഇതൊക്കെ കണ്ടോ, ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം ചേട്ടൻ നോക്കണം. അപ്പുറത്തൊക്കെ ചെടികളൊക്കെ വെച്ചു. എനിക്ക് ഇത്രയൊക്കെ എടുക്കാനൊക്കെ പറ്റിയുള്ളൂ. പിന്നെ ഇപ്പം തന്നെ കുറച്ച് കൂടെ കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ചേച്ചിയുടെ അവൻ്റെ കുറച്ച് കളർ മീനൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനി എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.